ക്രൂ 9 ഡ്രാഗൺ പേടകം അതിൻ്റെ അൺഡോക്കിംഗ് പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായൊരു ദൗത്യമാണിപ്പോൾ നടക്കുന്നത്. പേടകം വളരെ വിജയകരമായി തന്നെ വേർപെട്ടു. അതായത് അൺഡോക്കിംഗ് വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ആ മടക്കയാത്രയിലാണ്. മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ പുലർച്ചെ 3 മണിക്ക് ശേഷം അവർ ഫ്ലോറിഡയിലെ സമുദ്രത്തിലേക്ക് ലാൻഡ് ചെയ്യും. പ്രജിൻ തുടരുന്നുണ്ട്. പ്രജിൻ, അപ്പോൾ അങ്ങനെ അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാകിയിരിക്കുന്നു. അവിടെ നിന്നൊക്കെയുള്ള തത്സമയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാം വിജയകരമായി തന്നെ നടന്നിട്ടുണ്ട് ഇതുവരെ ഉള്ള ഘട്ടങ്ങളെല്ലാം എന്നതാണ്. തീർച്ചയായും പെർഫെക്റ്റ് അൺഡോക്കിംഗ് പ്രോസസ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് തത്സമയ സംപ്രേഷണമാണ്. നാസ അത് തത്സമയം ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അൺഡോക്കിങ്ങിന്റെ ഒരു പെർഫെക്റ്റ് അൺഡോക്കിംഗ് എന്ന് തന്നെ പറയാം. ആ പ്രോസസ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് അൺഡോക്ക് ചെയ്യപ്പെട്ട പേടകത്തിലും ഒപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും നിരവധി ക്യാമറകളുണ്ട്. ഈ 2 ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാറി മാറി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ക്യാമറകളുടെ ദൃശ്യമാണ്. അതിൽ അൺഡോക്ക് ചെയ്യപ്പെട്ട ഈ ക്രൂ 9 ഡ്രാഗൺ പേടകത്തെ കാണാം. അതൊരു നിശ്ചിത അകലത്തിലേക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ പേടകത്തിലുള്ള, അതായത് ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലുള്ള ക്യാമറ ഉപയോഗിച്ച് തിരികെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണാം. എവിടെ നിന്നാണോ അൺഡോക്ക് ചെയ്യപ്പെട്ടത് അതിന്റെ കൃത്യമായ പോർട്ടടക്കം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തത്സമയം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലുള്ള ത്രസ്റ്ററുകളുടെ പ്രവർത്തനം, അതിനെ ജ്വലിപ്പിക്കൽ, പിന്നീട് അതിന്റെ താഴേക്കുള്ള യാത്ര, ഇതെല്ലാം തത്സമയം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുകയും ചെയ്ത ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പെർഫെക്റ്റായി അൺഡോക്ക് ചെയ്യപ്പെട്ട ഈ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ വിവിധ ആംഗിളുകളിൽ നിന്ന് ക്യാമറകളിൽ നിന്ന് പകർത്തിയ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ സാവധാനമാണ് അതിന്റെ വേഗമെന്ന് മനസ്സിലാവുന്നു. ഇനിയുള്ള ഘട്ടത്തിലാണ് ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക, അതിന്റെ വേഗം കൂട്ടുക, ഒരു നിശ്ചിത അകലത്തിലേക്ക് ഈ പേടകത്തെ മാറ്റേണ്ടതുണ്ട്. പിന്നീട് ദിശാനിർണയ കമാൻഡാണ്, നാവിഗേഷൻ കമാൻഡുകളാണ്. അത് കൃത്യമായി ഇപ്പോൾ കണ്ടതാണ് ത്രസ്റ്ററുകളുടെ പ്രവർത്തനമാണ്. അങ്ങനെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു, അതിന്റെ വേഗം നിയന്ത്രിക്കുന്നു. അങ്ങനെ യാത്ര അത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയും. ഇനി ആ യാത്ര തുടരുകയാണ് വേണ്ടത്. അടുത്ത 17 മണിക്കൂർ സമയമെടുത്താണ് ഇനിയിപ്പോൾ ഈ ക്രൂ 9 ഡ്രാഗൺ പേടകം ഭൂമിയിലേക്കുള്ള യാത്ര നടത്താൻ പോകുന്നത്. ഫ്ലോറിഡയിലെ ഗൾഫ് കോസ്റ്റിലാണ് ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്ത് കടൽ ഇറങ്ങാൻ പോകുന്നത്. പിന്നീട് കപ്പൽ ഉപയോഗിച്ച് സ്പേസ് എക്സിന്റെ ടീം ഈ പേടകത്തെ വീണ്ടെടുക്കുകയും ചെയ്യും. ഹ്യൂസ്റ്റണിലേക്കാണ് ഇവരെ മാറ്റുക. നേരത്തെ അനുജ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവരുടെ ഈ സീറോ ഗ്രാവിറ്റിയിൽ ഇത്രയും മാസക്കാലം തങ്ങിയതിനു ശേഷമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഇപ്പൊ നമുക്ക് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും കാര്യം പറയുകയാണ്. അവർ ഈ മേഖലയിലെ വെറ്ററൻസ് ആണ്. എത്രയോ തവണ അവർ ബഹിരാകാശത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിതസ്ഥിതിയുമായി അവർ വളരെ പൊരുത്തപ്പെട്ടവരാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ആരോഗ്യപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ അതിൽ ആശങ്കപ്പെടാനില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി അവർക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഇവർ 9 മാസം ഇങ്ങനെ മൈക്രോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞു എന്നുള്ളത് അതൊരു പുതിയ കാര്യമാണല്ലോ. ഇത്രയും ദീർഘനാൾ കഴിയുന്നു എന്നുള്ളത്, അതിന്റെ ഭാഗമായി അവർക്കുണ്ടാകാൻ പോകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാകും? തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഈ സീറോ ഗ്രാവിറ്റിയിൽ പിന്നീട് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി താദാത്മ്യം ചെയ്ത് പോവുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനായി അവർക്ക് ചെയ്യാനുള്ള അവർക്ക് ഇനി വിധേയമാകാനുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനായി ഹ്യൂസ്റ്റണിലേക്ക് വരെ മാറ്റും. ഹ്യൂസ്റ്റണിലെ നാസ ആസ്ഥാനത്തും ഹോസ്പിറ്റലിലേക്കുമായി അവർക്ക് കടന്നു പോകാനുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അത് മെല്ലെ പതിയെ ഭൂമിയുടെ അന്തരീക്ഷവുമായി അവരെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രോസസ്സിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഗ്രാവിറ്റിയുമായി അവർക്ക് ചേർന്ന് പോകാൻ കഴിയണം, ഇവിടുത്തെ അന്തരീക്ഷവുമായി ചേർന്ന് പോകാൻ കഴിയണം. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അവരെ മാറ്റുക എന്നുള്ളതാണ്. പിന്നീട് ഡയറ്റിൽ കൃത്യമായ ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇവിടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളല്ല ഇത്രയും നാൾ അവർ ബഹിരാകാശ നിലയത്തിൽ നിന്ന് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു മാറ്റം അതിലേക്കൊക്കെ വളരെ പെട്ടെന്ന് മാറുക പ്രയാസമാണെങ്കിൽ കൂടി അത് സാധ്യമാകും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതൊരു സമയമെടുക്കുമെന്ന് മാത്രം എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ചില ആശങ്കകൾ പലരും പറയുന്നുണ്ട്. ഇത് ജീവന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. പക്ഷേ സുനിത വില്യംസും ഒപ്പം അതായത് ഇപ്പൊ ഒരു പെൻസിൽ പോലും ഒരുപക്ഷെ അവർക്ക് എടുത്തുയർത്താൻ കഴിയില്ല. അസ്ഥികൾ എന്തെങ്കിലും സംഭവിക്കുമോ, അത് പൊടിഞ്ഞു പോകുന്ന തരത്തിലേക്ക് പോകുമോ, അങ്ങനെയൊക്കെയുള്ള പല തരത്തിൽ ഇതൊക്കെ കുറേയൊക്കെ റൂമേഴ്സ് ആകാം. പക്ഷേ അതിലൊക്കെയുള്ള വസ്തുത എന്താണ് എന്നതാണ്. അതിൽ ഒരു വിശദീകരണം ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയന്റിഫിക്കായി ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? അത് അത്തരം സംഭവിച്ചിട്ടുണ്ട്, അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു കോമൺ ആയിട്ട് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല.
അപൂർവം ഘട്ടങ്ങളിൽ അങ്ങനെ ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടി വന്ന ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമായിട്ട് നാസയും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരും പറയുന്നില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ സുനിതയുടെയും അതോടൊപ്പം തന്നെ ബുച്ച് വിൽമോറിന്റെയും കാര്യത്തിൽ നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആസ്ട്രോണട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ മറികടക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഏതായാലും ഇനിയുള്ള അടുത്ത 17 മണിക്കൂർ സമയം അത് ക്രൂഷ്യൽ തന്നെയാണ്, തിരികെ ഭൂമിയിലേക്ക് അവരുടെ മടക്കയാത്ര. പക്ഷെ നാസ ഇതിനെ കുറച്ചുകൂടെ വളരെ ലളിതമായി പറയുന്നു. ഇത്തരം ഷിഫ്റ്റ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചെയ്യുകയാണ് നാസ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും ഇനിയുള്ള ഘട്ടങ്ങൾ അത് നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഈ പേടകം പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഘർഷണം, അത് ആ സമയത്ത് ഉണ്ടാവുന്ന വേഗം, അതിന് പിന്നീട് ആ വേഗം കുറയ്ക്കാനുള്ള പാരച്യൂട്ടുകളുടെ പ്രവർത്തനം, ഇതൊക്കെ നിർണായകമാണ്. എങ്കിൽ മാത്രമാണ് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഫ്ലോറിഡ കോസ്റ്റിൽ, ഗൾഫ് കോസ്റ്റിൽ ഇതിനെ കൃത്യമായി ഇറക്കാൻ കഴിയുക. ആ ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇപ്പോൾ ഈ പേടകം ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഹ്യൂസ്റ്റണിലുള്ള നാസ ആസ്ഥാനത്തും സ്പേസ് എക്സിന്റെ ആസ്ഥാനത്തും ഒക്കെയായി ഇവിടെ കൃത്യമായി ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും എന്ത് കമാൻഡുകൾ നൽകണം, അതോടൊപ്പം തന്നെ ഈ ക്രൂ മെമ്പേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ അതെല്ലാം നൽകാനായിട്ടുള്ള ഒരു ബിഗ് ടീം, ഒരു വലിയ ടീമെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്പ സമയത്തിനകം ഈ ക്രൂ 9 പേടകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയും എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ക്രൂ 9 പേടകത്തിൽ സുനിതയും ബുച്ച് വിൽമോറും നിക് ഹേഗും ഒപ്പം ഗുർബനവും ഒക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ, അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ആ യാത്രയിൽ അത് ഏത് രീതിയിലാണ് ആ യാത്ര നടത്തുന്നതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞൊരു 25 വർഷക്കാലമായി ഇതുപോലെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും തിരിച്ചു ഭൂമിയിലേക്കുമുള്ള ഈ യാത്രകൾ നാസ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഈ കൊമേഴ്ഷ്യൽ പ്രോഗ്രാമുകൾ, അതായത് മറ്റ് സ്വകാര്യ കമ്പനികളെ, അതിലിപ്പോ എടുത്തു പറയേണ്ട പേരാണ് ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയാണ്, ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. അവരുമായി ചേർന്നുള്ള പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഫാൽക്കൺ എന്ന് പറയുന്ന ഈ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം, അതായത് ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഡ്രാഗൺ എന്ന് പറയുന്ന ഈ പേടകം, അത് സ്പേസ് എക്സിന്റെ പേടകമാണ്. എന്നാൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അവിടേക്ക് പോയത് ബോയിങ്ങിന്റെ പേടകത്തിലായിരുന്നു. നമുക്കറിയാം സ്റ്റാർലൈനർ എന്ന പേടകം, അതിലാണ്. അത് തിരികെ ഭൂമിയിലേക്ക് എത്തേണ്ടതായിരുന്നു വളരെ മുമ്പേ തന്നെ. ജൂൺ മാസത്തിൽ ഏതാണ്ട് ഒരു 8 ദിവസത്തെ ഒരു അടിസ്ഥാനത്താൻ പോയതാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ആ ബോയിങ്ങിന്റെ സ്റ്റാർലൈനറിൽ. പക്ഷെ തിരികെ യാത്ര വരുമ്പോഴാണ് അതിലൊരു ടെക്നിക്കൽ പ്രോബ്ലം ശ്രദ്ധയിൽപ്പെടുന്നതും തിരികെ ഇവരുമായി വരുന്നത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന ഒരു നിഗമനം വരികയും ഒരു സംശയം വരികയും പിന്നീട് അവരെ കൂട്ടാതെ അവരെ ഈ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ തുടരാൻ അനുവദിച്ചിട്ട് ഈ സ്റ്റാർലൈനർ പേടകം തിരികെ ഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്റ്റാർലൈനർ തിരികെ ഭൂമിയിൽ എത്തി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും സുനിതയ്ക്കും ഒപ്പം ബുച്ച് വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുമായിരുന്നു. കാരണം സെപ്റ്റംബർ മാസത്തിലാണ് ഈ പറയുന്ന ക്രൂ 9 പേടകം അവിടേക്ക് പോയത്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. അതായത് ജൂൺ മാസത്തിൽ സുനിതയും ബുച്ച് വിൽമോറും എത്തുന്നു. സെപ്റ്റംബർ മാസത്തിൽ ക്രൂ 9 പേടകം ഡ്രാഗൺ 9 അവിടേക്ക് എത്തുന്നുണ്ട്. അതിലാണ് ഈ പറയുന്ന നിക് ഹേഗും ഒപ്പം അലക്സാണ്ടർ ഗുർബനോവും അങ്ങോട്ടേക്ക് എത്തിയത്. ആ പേടകത്തിൽ നിന്ന് തിരിച്ച് ഈ പറയുന്ന സുനിതയ്ക്കും ഒപ്പം ബുച്ച് വിൽമോറും തിരികെ മടങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെയാണ് നാസ ഒരു ടാസ്ക് കൂടി ഇവരെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മടങ്ങുന്നത് നല്ലതല്ല, അവിടെ തുടരുക, കാരണം ചില പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അവിടെ കൃത്യമായി അണ്ടർസ്റ്റാഫ് ആയി പോകും നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ തുടരുക എന്ന നിർദ്ദേശം അവർക്ക് നൽകുന്നു. അവർ അവിടെ തുടരുന്നു. ഇതാണ് നാസ ഇതിനെ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഇതൊരു ഷിഫ്റ്റ് ചേഞ്ചിങ് പ്രോസസ് മാത്രമാണ്, റൊട്ടീൻ പ്രോസസ് മാത്രമാണെന്ന് പറയുന്നു. പിന്നീട് അവർ ചെയ്ത പരീക്ഷണങ്ങൾ, അത് കഴിഞ്ഞ ദിവസം നാസ തന്നെ പുറത്തുവിട്ടിരുന്ന ഒരു വീഡിയോ ആയി അവർ ചെയ്ത പരീക്ഷണങ്ങൾ, ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി പരീക്ഷണങ്ങൾ ഈ ടീം ചെയ്തു. അതിലൊക്കെ സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും എക്സ്പീരിയൻസ് അവർക്കത് മുതൽക്കൂട്ടായി എന്നാണ് നാസ പറയുന്നത്. ഇത്രയും കാലം ഒരു ടീമായി അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം കണ്ടതാണ് അടുത്ത പേടകം, അതായത് ഡ്രാഗൺ ക്രൂ 10, അതായത് പുതിയ ടീം അവിടത്തേക്ക് എത്തുകയാണ്. 4 പേർ അവിടേക്ക് എത്തുകയാണ്. അതിൽ 2 പേർ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളാണ്. ഒന്ന് ജപ്പാന്റെയാണ്, മറ്റൊന്ന് റഷ്യയുടെയാണ്. ഈ 4 പേർ പുതുതായി അവിടത്തേക്ക് എത്തി. അപ്പോഴത്തേക്കും അവിടെ അധികം സ്റ്റാഫ് ആവുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള 4 പേർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാം എന്ന് നാസ തീരുമാനമെടുക്കുന്നു. അതിലാണ് സുനിതയും ബുച്ച് വിൽമോറും ഒപ്പം ഈ പറയുന്ന ഡ്രാഗൺ 9 പേടകത്തിൽ അങ്ങോട്ട് പോയ നിക് ഹേഗും
ഒപ്പം ഈ ഗുർബനവും ഉൾപ്പെടുന്നത്. അവർ ആ പേടകം 9, അതായത് ഡ്രാഗൺ 9-ലാണ് തിരികെ ഭൂമിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പോയ ക്രൂ 10 പേടകം ഇപ്പോഴും അവർ ഡോക്ടർ ചെയ്യപ്പെട്ട അവസ്ഥയിലുമാണ്. അവരുടെ പരീക്ഷണങ്ങൾ, കഴിഞ്ഞ ടീം ചെയ്തു വെച്ച പരീക്ഷണ തുടർച്ച അവർ ഇനി ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ രീതിയിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും തിരിച്ചും ഇങ്ങനെ ഷിഫ്റ്റിംഗ് നടത്തുന്നുണ്ട് നാസ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതൊരു റൊട്ടീൻ പ്രോസസ്സാണ് എന്ന രീതിയിൽ നാസ അതിനെ കാണുന്നുമുണ്ട്. നമ്മളെ സംബന്ധിച്ച് സുനിത വില്യംസ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശീയ മറ്റൊന്ന് ബുച്ച് വിൽമോർ ഇത്രയും കാലം അവിടെ തങ്ങപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അവരുടെ മടക്കയാത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അവർ ഭൂമിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഭൂമിയിലെ അറ്റ്മോസ്ഫിയറുമായി അവർ ഇനി ജീവിക്കാൻ പോകുന്നത്, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ യാത്രയുടെ തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു പൊട്ടുപോലെ നമുക്ക് വളരെ ദൂരെ നിന്ന്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കാലുകൾ കാണാം നമുക്ക് അവിടെ. അതിലുള്ള ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകളിൽ നിന്നും പകർത്തിയ ഒരു വിദൂര ദൃശ്യം, വളരെ ദൂരേക്ക് ഇപ്പോൾ ആ പേടകം മാറിയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഒരു നിശ്ചിത അകലത്തിലേക്ക് ഈ പേടകത്തെ മാറ്റുക എന്നതായിരുന്നു അടുത്ത ഘട്ടം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന് വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. കുറെ അകലേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഇത് മാറിയിട്ടുണ്ട്, ഈ പേടകം മാറിയിട്ടുണ്ട്. ഇനി അതിന്റെ വേഗം കൂട്ടുക, കൂടുതൽ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക, അങ്ങനെ ഭൂമിയിലേക്കുള്ള യാത്ര തുടരുക. ഇതാണ് നടക്കാൻ പോകുന്നത് നിജ. അതെ, അങ്ങനെ ഇപ്പോൾ പ്രജിൻ, നമുക്ക് ഈ അൺഡോക്കിംഗ് പൂർത്തിയായി, അതായത് ഡ്രാഗൺ പേടകം വേർപെട്ടു, അവർ ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു, ഭൂമിയിലേക്ക് പുറപ്പെട്ടു എന്ന് തന്നെ കൃത്യമായി പറയാമല്ലോ അല്ലേ? അത് തന്നെയാണ്, ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനി അതിന്റെ ഓരോ ഘട്ടത്തിലും ഇന്ന ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ടത്, ഇന്ന അളവിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ ആ കമാൻഡുകളൊക്കെ നൽകപ്പെടുകയും ചെയ്യും. അങ്ങനെ ഭൂമിയിലേക്ക് അവർ മടങ്ങുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ പേടകത്തിന്റെ ഇപ്പോൾ നമുക്കറിയാം, ഇതിന്റെ ബോട്ടം ഭാഗം, അതിന്റെ താഴ്ഭാഗത്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് നമുക്ക് കാണാം. ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് മാത്രമായിരിക്കും കടലിലേക്ക് വീഴാൻ പോകുന്നത്. ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുകയും ഒരു ഘട്ടത്തിൽ ഇതിന്റെ മറ്റു ഭാഗങ്ങൾ വേർപെട്ടു പോവുകയും ചെയ്യും. ആ സിലിണ്ടറിക്കൽ ഭാഗം, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഭാഗം, അതാണ് ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ ഈ ക്രൂ എന്ന് പറഞ്ഞാൽ 4 പേരുണ്ടല്ലോ, ഈ 4 പേരും കൃത്യമായി സീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗം, അതാണ് ക്രൂ മൊഡ്യൂൾ എന്ന് പറയാ. അതാണ് ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഭാഗം. അത് മാത്രമാണ് ഭൂമിയിലേക്ക് പതിക്കുക. ആ സിലിണ്ടറിക്കൽ ബോട്ടമിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരച്യൂട്ടുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പ്രവർത്തിപ്പിക്കും അവസാന മണിക്കൂറിൽ. അങ്ങനെ ആ ക്രൂ മൊഡ്യൂൾ മാത്രമാണ് കടലിലേക്ക് വീഴുക. അങ്ങനെ പിന്നീട് അവരെ ഷിപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ഹ്യൂസ്റ്റണിലേക്ക് മാറ്റുകയും ചെയ്യും. നീണ്ട 9 മാസത്തെ കാത്തിരിപ്പാണ്, അതൊരു വലിയ കാത്തിരിപ്പാണ്. ഇനി 17 മണിക്കൂർ നീണ്ട യാത്ര. അവർ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന 4 അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക് എത്തുകയാണ്. ക്രൂ 9 ഡ്രാഗൺ പേടകം അവിടെ നിന്ന് വേർപെട്ടിരിക്കുന്നു, ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നു. നാളെ പുലർച്ചെ 3 മണിക്ക് ശേഷം ഫ്ലോറിഡയിലെ സമുദ്രത്തിൽ ലാൻഡ് ചെയ്യും. പിന്നീടൊക്കെ നടക്കാൻ പോകുന്നത് വളരെ നിർണായകമായ അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളായിരിക്കും പിന്നീട് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ. നമുക്ക് അല്പസമയത്തിനകം തന്നെ ക്രൂ 9 പേടകത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്.